കൊച്ചിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരൻ മരിച്ചു. കളമശ്ശേരിയിൽ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം നിരപരാധികളുടെ ജീവനെടുക്കുന്നത് തുടർക്കഥയാവുകയാണ്. ഈ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആരാണ് മരണപ്പെട്ടത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഒരു ജീവൻ കൂടി കൊച്ചിയിൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഔചാരിതമായി ഉണ്ടായ അപകടമല്ല. ഇന്നത്തെ അപകടം രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് അല്പം മുമ്പ് സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂടി ജീവിതം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ അബ്ദുൽ സലാമാണ് ഇത്തരത്തിൽ മരിച്ചത്. ഇവിടെ ആ സമയത്ത് നാട്ടുകാരടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഇവിടെ സ്ഥിരം ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഇത്തരത്തിൽ അപകടമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. ഈ മത്സരയോട്ടം വളരെ ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ മത്സരയോട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈ പ്രദേശത്ത്. അതായത് മത്സരയോട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ സ്ഥിരം പതിവാണിത്. ബസ്സുകാർ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു ഹമ്പ് പണിയണം, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഇവിടെ നിന്ന് ബസ് ഇതിൻ്റെ മത്സരയോട്ടം നിയന്ത്രിക്കേണ്ടതുണ്ട്. നേരിട്ട് അത് കണ്ടിരുന്നെന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആരോ ചേട്ടനാണ് നേരിട്ട് കണ്ടയാള്? കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് വന്നത്. നേരിട്ട് കൂടെ വണ്ടി കയറി ഇറങ്ങുന്ന പോലെ തലയിൽ കൂടെ കയറിയിട്ടെന്നുള്ളതാണ് ആള്. തന്നെ ആളെ കൊണ്ടുപോവുകയും ചെയ്ത്. തീർച്ചയായും ലക്ഷ്മി, അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാണിച്ചതെന്നാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഈ എറണാകുളത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ, ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ബൈക്കിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്, മരിച്ച ജീവനക്കാരൻ. അദ്ദേഹം ആ വാഹനവുമായി അങ്ങോട്ട് പോകുന്ന സമയത്താണ് അതീവ വേഗതയിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്നുകൊണ്ട് അത് ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. ഈ ഒരു റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ ഈ മത്സരയോട്ടം അത് തുടർക്കഥയാകുകയും അപകടം പതിവാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാർ തകരാതെ രക്ഷപ്പെട്ട തൊട്ടടുത്ത് കാറ് വന്ന് ഇങ്ങനെ അമങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. ഈ ഒരു പ്രദേശത്തെല്ലാം വലിയ രീതിയിലുള്ള മത്സരയോട്ടമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഒരു റോഡിൻ്റെ ഒരു ദൃശ്യം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ഈ ആലുവയിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഈ ഒരു വഴിയാണ് ഇങ്ങോട്ട് വരിക. സൗത്ത് കളമശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഒരു രണ്ട് ബസ്സിനൊക്കെ ചെറുതായി പോകാൻ കഴിയുന്ന ഒരു പാതയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ പോലും ആ മത്സരയോട്ടത്തിന് യാതൊരു കുറവുമില്ലാതെ അതീവ വേഗതയിൽ കടന്നു പോകാൻ ശ്രമിക്കും. ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന മേഖലയാണ്. പാലത്ത് നിന്ന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന മേഖലയാണ്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെയാണ് ഈ മത്സരയോട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഹൈക്കോടതി അടക്കം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയും നിയന്ത്രിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തരത്തിലും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മുമ്പിൽ പോകുന്ന വാഹനത്തെ ഹോണടിച്ച് വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുകയും അവരെ അപകടത്തിലാക്കുകയും ചെയ്യുന്നതും നിരന്തര സംഭവമാണ് ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്വകാര്യ ബസ്സുകളെ മുഴുവനും പറയുന്നില്ല, പക്ഷേ സ്വകാര്യ ബസ്സുകളിൽ ചില ആളുകൾ അത് നിരന്തരം അത്തരത്തിലുള്ള മത്സരയോട്ടം നടക്കുന്നു. പ്രധാനമായും ആലുവ റൂട്ടിലാണ് ആ മത്സരയോട്ടം തുടരുകയും ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ അവർ ജീവിക്കാൻ വേണ്ടി രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളുടെ അടക്കം ജീവിതമില്ലാതാക്കുന്ന തരത്തിലുള്ള ഈ മത്സരയോട്ടം തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയും ഒരു യുവാവിൻ്റെ ഓൺലൈൻ ഫുഡ് ഡെലിവറി നടത്തുന്ന ഒരു യുവാവിൻ്റെ ജീവൻ കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സൗത്ത് കളമശ്ശേരിയിലെ ഈ സ്പോട്ടിൽ വെച്ചാണ് ഇന്ന് മത്സരയോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹം ഇവിടെ ഈ നഗരത്തിൽ വന്ന് ജീവിതം കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ജോലിയുമായി മുന്നോട്ട് പോയ ഒരാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മത്സരയോട്ടം നിയന്ത്രിക്കാൻ പലതരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലക്ഷ്മി, ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.